തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണ്? ഓരോ മുന്നണിയിലും ആരെല്ലാമാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളെന്ന് കൃത്യമായ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ചുവരെഴുത്തുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുള്ള കലഹങ്ങളും സംഘർഷങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ടി.എൻ. പ്രതാപൻ മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വാക്ക് ഇതാണ്: തനിക്കെതിരെ BJPയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ആക്രമണം വരികയാണ്, അതായത് സൈബർ ആക്രമണം വരികയാണ്. അത്തരത്തിൽ BJP തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കകൾ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിശയം നിൽക്കുന്നുണ്ട്, ആകാംക്ഷയും നിൽക്കുന്നുണ്ട്. ആകാംക്ഷ എന്ന് പറയുന്നത് ഉറപ്പാണോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ തന്നെയാണ് എന്ന് ഉറപ്പാണോ എന്നുള്ളതാണ്. മറ്റ് ആശങ്കകൾ എന്ന് പറയുന്നത് ടി.എൻ. പ്രതാപൻ പറഞ്ഞു വെക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് അർത്ഥമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളൊരു സംശയം കൂടിയാണ് അവിടെ നിലനിൽക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ടി.എൻ. പ്രതാപൻ പറഞ്ഞു വെച്ചിട്ടുള്ള വാക്കുകൾ പരിശോധിക്കാം. തൃശ്ശൂരിലെ ജനങ്ങൾ ലോക്സഭാംഗമായിരിക്കാൻ പറഞ്ഞാൽ അത് തന്നെയാണ് സന്തോഷമെന്നാണ് ടി.എൻ. പ്രതാപൻ MP പറയുന്നത്. രാജിവെക്കേണ്ട സാഹചര്യം ഇനിയും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹമെന്നും ടി.എൻ. പ്രതാപൻ പറയുന്നുണ്ട്. വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്നും പറയുന്നുണ്ട്. മാതാവ് തന്നെയും രക്ഷിക്കട്ടെ എന്നും സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ച വിഷയത്തിൽ ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചു. BJP ടാർഗറ്റ് ചെയ്ത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. തൃശ്ശൂരിൽ BJP 3-ാം സ്ഥാനത്ത് പോകുമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. ചില സമൂഹ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്ത് വ്യക്തിഹത്യ നടത്തുകയാണ്, പെയ്ഡ് സോഷ്യൽ മീഡിയ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പള്ളിയിൽ പോയാൽ ബൈബിളും, ക്ഷേത്രത്തിൽ പോയാൽ ഗീതയും, മുസ്ലിം പരിപാടികൾക്ക് പോയാൽ ഖുർആനും സംസാരിക്കാറുണ്ട്. എന്നാൽ ചില പ്രസംഗമെടുത്ത് വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ്. ഇതിനെ നിയമപരമായി തന്നെ നേരിടും. കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം ചിലപ്പോഴെല്ലാം അറിയിക്കാറുമില്ല. ദേശീയപാത 66 മുഹമ്മദ് റിയാസ് സന്ദർശിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല. പണി തീർന്ന് തുറന്നു കൊടുക്കുമെന്ന പ്രസ്താവനയും താൻ അറിയാതെ തന്നെയാണ്. നേരിട്ട് കണ്ടപ്പോൾ പരിഭവം അറിയിച്ചുവെന്നും ടി.എൻ. പ്രതാപൻ കൂട്ടിച്ചേർത്തു. ടി.എൻ. പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തൃശ്ശൂരിൽ നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ശ്രദ്ധ നേടുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംശയം ജനിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ടി.എൻ. പ്രതാപൻ തന്നെ സംരക്ഷിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പുറത്ത് വരണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞത് എന്നുള്ളതാണ്. നല്ല കമ്മ്യൂണിസ്റ്റുകൾ തന്നെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ സാഹചര്യം അദ്ദേഹം തന്നെയാണോ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ളൊരു ധാരണ കൂടി എല്ലാവരിലേക്കും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോ അദ്ദേഹം സ്വയം തന്നെ കൽപ്പിക്കുന്നതാണോ എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ടി.എൻ. പ്രതാപനെ തന്നെ, അതായത് തൃശ്ശൂർ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ, തൃശ്ശൂർ ഞങ്ങൾ തന്നെ പിടിക്കുമെന്നുള്ള രീതിയിൽ, തൃശ്ശൂർ ടി.എൻ. പ്രതാപനെ തന്നെ വിജയിക്കുമെന്നുള്ള രീതിയിലെല്ലാം തന്നെയുള്ള ചുവരെഴുത്തുകളെല്ലാം തന്നെ സജീവമായിരുന്നു. ആ ചുവരെഴുത്തുകളെക്കുറിച്ച് ടി.എൻ. പ്രതാപനോട് പ്രതികരണം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ചുവരെഴുത്തുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിനെ താൻ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ തൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ ഒരിക്കലും പാടില്ല, അത് മോശമാണ് എന്ന് താൻ അണികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല അതെല്ലാം തന്നെ മായ്ക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ സുനിൽകുമാറിൻ്റെ, അതായത് CPIയുടെ ഭാഗത്തു നിന്നുള്ള ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് സുനിൽകുമാറിൻ്റെ പേരും ഇതുപോലെ തന്നെ വരുന്ന സാഹചര്യമാണ്. സുനിൽകുമാറിൻ്റെ പേരിലും ചുവരെഴുത്തുകളെല്ലാം തന്നെ സജീവമാണ്. അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് 3-ാം മുന്നണിയായിട്ടുള്ള BJPയിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യമാണ്. BJPയിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം വരുന്നതിന് മുൻപേ തന്നെ സുരേഷ് ഗോപി തന്നെയാണ് എന്ന് സുരേഷ് ഗോപി കൽപ്പിച്ചിറങ്ങിയ ചില സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപാണ് മറ്റൊരു വാർത്ത വന്നത്. തൃശ്ശൂരിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും മത്സരിക്കാൻ സാധ്യത എന്ന് ശ്രേംസ് കുമാർ വിവരങ്ങൾ പുറത്തുവിട്ടതായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോഴും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിൽ എത്താൻ ഇതുവരെയും പാർട്ടികൾ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പോർവിളികളെല്ലാം തന്നെ മുഴുകുന്നത് എന്നുള്ളതാണ് മറ്റൊരു അതിശയകരമായിട്ടുള്ള കാര്യം. എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ മറ്റ് നേതാക്കൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ, മറ്റ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ തൻ്റെ സ്വയമേവയുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ പരീക്ഷിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ വ്യക്തി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം സന്ദർശിച്ച സമയത്താണ്, അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരെ ചാണകവെള്ളം തെളിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. അതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം
തമ്മിൽ അവരും BJP പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടായിരുന്നു, വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു, ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായിരുന്നു. അവിടെ മുതലാണ് കോൺഗ്രസ്സുകാരും BJPക്കാരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ മാറി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം പലപ്പോഴായി TN പ്രതാപൻ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. പലപ്പോഴായി തനിക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം വരുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ BJPക്കാർ തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്, വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടത്തുന്നുണ്ട്, തന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവയൊന്നും അറിയുന്നില്ല. അവർ തനിക്കെതിരെ നടത്തുന്ന ഈ പ്രചരണങ്ങളെല്ലാം തന്നെ തനിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം തനിക്കെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ പക്ഷേ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തനിക്ക് തീർത്തും അനുകൂലമായി തന്നെ വരും എന്നാണ് TN പ്രതാപൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം ഇപ്പോഴും പറയുന്നു തനിക്കെതിരെ ഇപ്പോഴും ആക്രമണം നടത്തുകയാണ്. അതായത് BJP സംഘം ചേർന്നുകൊണ്ട് പണം കൊടുത്തുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ തനിക്കെതിരെ അഴിച്ചുവിടുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ സഹായിക്കണമെന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും തൃശ്ശൂർ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അത്രയധികം ശ്രദ്ധ നേടിയൊരു ഒരു മണ്ഡലം തന്നെയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വിസിറ്റ് വരുന്നു. പ്രധാനമന്ത്രി തൃശ്ശൂരിലെ ഇനി മത്സരിക്കാൻ ഇരിക്കുന്നു എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ മകളുടെ കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തൃശ്ശൂർ എന്ന മണ്ഡലം ദേശീയ തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പലപ്പോഴും TN പ്രതാപൻ പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ യഥാർത്ഥ മത്സരം എന്ന് പറയുന്നത് അത് കോൺഗ്രസും BJPയും തമ്മിലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അദ്ദേഹം അത് തിരുത്തിയും പറഞ്ഞിട്ടുണ്ട്. ത്രികോണ മത്സരത്തിനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസും BJPയും തമ്മിൽ ഇത്രയും വലിയൊരു സംഘർഷം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സംരക്ഷിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകൾ വേണമെന്ന് പറയുമ്പോൾ CPIക്ക് അവിടെ വോട്ടുകൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ അനാവശ്യമായ വോട്ടുകളൊന്നും ചെലവഴിക്കാതെ അല്ലെങ്കിൽ ആ വോട്ടുകളെല്ലാം തന്നെ തനിക്ക് നൽകണമെന്ന് അത്തരത്തിലുള്ള ഒരു ആഹ്വാനമാണോ, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ വിജയിപ്പിക്കണമെന്ന് പറയാതെ പറയുകയാണോ TN പ്രതാപൻ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പക്ഷേ അത്തരമൊരു ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ TN പ്രതാപൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് TN പ്രതാപൻ ഉറപ്പിച്ചു കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതായത് TN പ്രതാപൻ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും, സുരേഷ് ഗോപിയുടെ ചില പ്രവർത്തികളാണെങ്കിൽ പോലും സുരേഷ് ഗോപി നേരിട്ട് പള്ളികളിൽ എത്തുന്ന സാഹചര്യം, അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ താൻ വിശ്വാസപൂർവ്വം വരുന്നതാണ്, തൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ട് താൻ പള്ളി സന്ദർശിക്കുകയൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വ്യക്തിപരമായി ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള പ്രചരണങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ സുനിൽ കുമാറിനെ വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രചരണം വേറെയും വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും സുനിൽ കുമാർ ഇത്ര വലിയ തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്കോ അഭിപ്രായങ്ങളിലേക്കോ ആരോപണങ്ങളിലേക്കോ ഒന്നും തന്നെ എത്തുന്നില്ല. TN പ്രതാപൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ TN പ്രതാപൻ സ്വയം കൽപ്പിക്കുന്നതാണോ താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന്, അത് പാർട്ടിയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ, എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കെല്ലാം അർത്ഥം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിഴലിക്കുക തന്നെയാണ്.